ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതായി സൂചനകൾ. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ 5 ദിവസത്തെ സമയപരിധി അവസാനിക്കാനിരിക്കെ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയ്ക്കകം കരാറായില്ലെങ്കിൽ ഞങ്ങൾ ബോംബിടുന്നത് തുടരുമെന്ന് ട്രംപ് ഈ ആഴ്ച ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 5 സൗഹൃദ രാജ്യങ്ങൾക്ക് മാത്രം ഇളവ് നൽകിക്കൊണ്ട് ഇറാൻ ഉപരോധം തുടരുന്നത് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ അന്തിമ പ്രഹരം നൽകാനുള്ള സൈനിക നീക്കങ്ങൾക്ക് പെന്റഗൺ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ വഴി 15 ആവശ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചെങ്കിലും ഇറാൻ അത് ഗൗരവമായി എടുക്കുന്നില്ലെന്നാണ് സൂചന. ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ തങ്ങളുടെ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം ഉണ്ടായതായാണ് ഇറാന്റെ വിമുഖതയ്ക്ക് കാരണം. സൈന്യത്തെ വിന്യസിക്കാൻ സമയം കണ്ടെത്താനാണ് ട്രംപ് വെടിനിർത്തൽ ചർച്ചകൾ ഉപയോഗിക്കുന്നതെന്ന് ടെഹ്റാൻ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ സമയം അതിവേഗം അവസാനിക്കുകയാണെന്നും ഇനി തിരിച്ചുപോക്കില്ലെന്നും ട്രംപ് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച നിർണായകമായ ഒരു സൈനിക നീക്കത്തിന് ലോകം സാക്ഷ്യം വഹിച്ചേക്കുമെന്ന് ഗൾഫ് മേഖലയിലെ യുദ്ധവിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. കരയുദ്ധത്തിനുള്ള സാധ്യതകൾ വൈറ്റ് ഹൗസ് തള്ളിക്കളയുന്നില്ല. ആക്സിയോസ് റിപ്പോർട്ട് പ്രകാരം 4 പ്രധാന സൈനിക നീക്കങ്ങളാണ് US ആലോചിക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക ജീവനാഡിയായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുക, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഉറപ്പാക്കാൻ ലാറക് ദ്വീപ് ആക്രമിക്കുക, തന്ത്രപ്രധാനമായ അബുമൂസ ഉൾപ്പെടെയുള്ള 3 ദ്വീപുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ സുരക്ഷാ സാമഗ്രികൾ പിടിച്ചെടുക്കാൻ കരയുദ്ധം നടത്തുക എന്നിവയാണ്. അതിനിടെ ആയിരക്കണക്കിന് പുതിയ മറൈനുകളെയും പാരച്യൂട്ട് ഭടന്മാരെയും US മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു കഴിഞ്ഞു. ഏകദേശം 4500 സൈനികരുമായി USS ട്രിപ്പോളി, USS ബോക്സർ എന്നീ യുദ്ധക്കപ്പലുകൾ ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കൂടാതെ 82ാം എയർബോൺ ഡിവിഷനിലെ 2000 സൈനികരും മേഖലയിലെത്തി. ഇതോടെ ആകെ 7000-ഓളം പുതിയ സൈനികർ യുദ്ധസജ്ജരായി കഴിഞ്ഞു. ഇതൊരു വലിയ കരയുദ്ധത്തിന്റെ സൂചനയാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ടെങ്കിലും പരിമിതമായ ലക്ഷ്യങ്ങളുള്ള മിന്നൽ നീക്കങ്ങളായിരിക്കും US നടത്തുകയെന്നും ചിലർ കരുതുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ വരും ദിവസങ്ങളിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതേസമയം സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവായി ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഇറാൻ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്നും ചർച്ചകളിൽ പുരോഗതിയുള്ളതായും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അവകാശപ്പെട്ടു. നേരത്തെ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് ട്രംപ് 48 മണിക്കൂർ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ നിലവിൽ ചർച്ചകൾ ശരിയായ ദിശയിലാണെന്നും സമാധാന കരാറിലെത്താൻ സാധിക്കുമെന്നുമാണ് വൈറ്റ് ഹൗസിന്റെ പ്രതീക്ഷ. ഈ 10 ദിവസത്തെ ഇടവേള ആഗോള എണ്ണ വിപണിയിലെ ആശങ്കകൾ പരിഹരിക്കാനും നയതന്ത്ര ചർച്ചകൾക്കും കൂടുതൽ സമയം നൽകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.